ഹലോ ICL ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ദുബായിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എഗ്ലെസ് വേർഷനാണ്. നമുക്ക് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ ഇവിടെ 1.5 കപ്പ് മൈദ, 3/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് നന്നായി ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവൺ പ്രീഹീറ്റ് ചെയ്യണേ 180°ക്ക്. ഇപ്പോൾ നമ്മളിതിലേക്ക് 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തു, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് നല്ല കട്ട തൈര്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പാല്, നേരിയ ചൂടുള്ള പാലൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഒരു 7 ഇഞ്ചിൻ്റെ പാന് ബേക്കിംഗ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചേക്കണേ. ഇപ്പം നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് 180°യിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ മിഡിൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് ഒരു 35 to 40, നിങ്ങളുടെ ഓവണിൻ്റെ ഹീറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് കുക്കാവുന്നവരെ ഇത് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. ഒന്ന് തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ റിലീസ് ആവാൻ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാമേ. ഇപ്പോൾ ദാ കേക്ക് പെർഫെക്റ്റ്ലി ബേക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇതൊന്ന് കൂളാവട്ടെ. ഈ സമയം കൊണ്ട് ഗനാഷിൻ്റെ റെസിപ്പി നോക്കാം. അപ്പം ഇതിനായിട്ട് 170 ഗ്രാം ചോക്കോ ചിപ്സ് അഥവാ ചോക്ലേറ്റ്, പ്ലെയിൻ ചോക്ലേറ്റ്, 170 ml വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് ഒരു പാനിലെടുത്ത് മെല്ലെ ബോയിൽ ചെയ്ത്, ഒരുപാട് നമ്മൾ ചൂടാക്കരുത്, മെല്ലെ ഒന്ന് ബോയിൽ ചെയ്ത് കൈവിടാതെ ഇളക്കുക. കണ്ടോ? ഈ ഒരു പരിവാകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക. ബേൺ ആവാതെ നോക്കണേ. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഞാൻ 2ആയിട്ട് മുറിച്ചു. കണ്ടോ എന്ത് സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പിസ്താഷ്യോ കുനാഫ മിക്സ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി ദുബായിയുടെ വൈറൽ ചോക്ലേറ്റ് റെസിപ്പി എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കണേ. അപ്പോൾ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഗനാഷ് നന്നായി ഒന്ന് കൂളായിട്ടുണ്ട്. അതൊന്ന് തിക്കാകുന്ന രീതിയിൽ കൂളാവണേ. അപ്പോൾ തിക്കായ ഗനാഷ് നമുക്കിതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ കുനാഫ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോ കൂടെ, ഞാനിവിടെ സിൽവേർഡ് പിസ്താഷ്യോ ആണ് ഗാർണിഷിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പിസ്താഷ്യോ തന്നെ വേണ്ട, വേറെ വല്ല നട്ട്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. എന്ത് വേണേലും ഗാർണിഷിന് ഉപയോഗിക്കാം. ഞാനിവിടെ പിസ്താഷ്യോ തന്നെയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഫുള്ളായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുക. റെഫ്രിജറേറ്റ് ചെയ്ത ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാമേ. ഇപ്പോൾ ദാ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് നമ്മുടെ ചോക്ലേറ്റ് എത്രത്തോളം യമ്മിയാണോ അതുപോലെ തന്നെ, മേ ബി അതിനേക്കാളും കൂടുതൽ യമ്മിയാണ് ഈ കേക്ക് കേട്ടോ. അപ്പം ഞാനിതൊന്ന് തയ്യാറാക്കിയത് പിള്ളേർക്ക് സ്കൂളിൽ പാർട്ടിക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ കണ്ടോ നല്ല യമ്മി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എത്ര സോഫ്റ്റ് ആൻഡ് യമ്മിയാണെന്ന് കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരിക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ ടാഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.